ഒന്നുകിൽ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ കടുത്ത രീതിയിൽ. രണ്ടായാലും താൻ ഗ്രീൻലൻഡ് സ്വന്തമാക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ഗ്രീൻലൻഡ് നീക്കത്തിന് പിന്നിലും എന്നത്തെയും പോലെ പ്രത്യക്ഷവും പരോക്ഷവുമായ കാരണങ്ങളുണ്ട്. മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം തടയുക, ഗ്രീൻലൻഡിന്റെ മഞ്ഞുപാളികൾക്ക് താഴെയുള്ള അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരം സ്വന്തമാക്കുക, ആർട്ടിക്കിലെ മഞ്ഞുരുകുമ്പോൾ തുറക്കപ്പെടാൻ സാധ്യതയുള്ള പുതിയ വ്യാപാര പാതകൾ കൈവശപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളോടൊപ്പം തന്റെ ഭരണകാലത്ത് തന്നെ അമേരിക്കയുടെ ഭൂപടം വിപുലീകരിക്കണം എന്നൊരു പിടിവാശി കൂടി ട്രംപിനുണ്ട്. എന്നാൽ ഗ്രീൻലൻഡ് വാങ്ങാനുള്ള ട്രംപിന്റെ താൽപര്യത്തെ എതിർത്തുകൊണ്ട് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളാണ് രംഗത്ത് വന്നത്. ഈ രാജ്യങ്ങൾക്കെതിരെ പ്രധാനമായും എതിർപ്പ് ശക്തമാക്കിയ സ്വന്തം സഖ്യകക്ഷികളായ 8 നാറ്റോ രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഉപരോധങ്ങളാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 1 മുതൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതി ഏർപ്പെടുത്തുമെന്നും ജൂൺ മാസത്തോടെ ഇത് 25% ആക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. നിലപാടിൽ ഉറച്ചു നിൽക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചതോടെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളലുകളാണ് വീണിരിക്കുന്നത്. ട്രംപിന്റെ ഭീഷണി നേരിടാൻ യൂറോപ്യൻ യൂണിയൻ പ്രധാനമായും 2 വഴികളാണ് ആലോചിക്കുന്നത്. പ്രധാനമായും ട്രേഡ് ബസൂക്ക എന്നറിയപ്പെടുന്ന ആന്റി കൊയേർഷൻ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നത്. സാമ്പത്തികമായി ഭീഷണിപ്പെടുത്തുന്ന രാജ്യങ്ങളെ കടുത്ത രീതിയിൽ നേരിടാൻ 2023 യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ച നിയമമാണിത്. ഇതനുസരിച്ച് അമേരിക്കൻ കമ്പനികൾക്ക് യൂറോപ്യൻ വിപണിയിലുള്ള പ്രവേശനം നിയന്ത്രിക്കാനും നിക്ഷേപങ്ങൾ തടയാനും സാധിക്കും. മറ്റൊന്ന്, നേരത്തെ ട്രംപുമായുള്ള ചർച്ചകളെ തുടർന്ന് മരവിപ്പിച്ചു നിർത്തിയിരുന്ന 93 ബില്യൺ യൂറോ നികുതി പാക്കേജ് പുനഃസ്ഥാപിക്കാനുള്ള യൂറോപ്യൻ യൂണിയൻ തയ്യാറെടുപ്പുകളാണ്. ഫെബ്രുവരി 6 ഇത് പ്രാബല്യത്തിൽ വന്നേക്കാം. ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദങ്ങളെ സംയുക്തമായി പ്രതിരോധിക്കാനാണ് ജനുവരി 22 ചേരുന്ന അടിയന്തര ഉച്ചകോടിയിലൂടെ യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യമിടുന്നത്.